ഹൈ ഡിയേഴ്സ്, 10th ശേഷം +1 കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമുക്ക് കൊമേഴ്സിലുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് എല്ലാ സ്കൂളിലും കോമൺ ആയിട്ട് നമുക്ക് 3 കോർ പേപ്പേഴ്സ് ആണ് ഉണ്ടായിരിക്കുക. അക്കൗണ്ടൻസി, എക്കണോമിക്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ്. ഇതെല്ലാവർക്കും സെയിം ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് അടുത്തൊരു ചോയ്സ് വരുന്നുണ്ടായിരിക്കുക സെക്കൻഡ് ലാംഗ്വേജിലാണ്. ഓരോ സ്കൂളും മാറുന്നതിനനുസരിച്ച് സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ചോയ്സും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് മലയാളം ഉണ്ട്, ഹിന്ദി ഉണ്ട്, സംസ്കൃതം ഉണ്ട്, ചില സ്കൂളുകളിൽ ഫ്രഞ്ച് വരെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചേരുന്ന സ്കൂളിൽ ഏതാണ് സെക്കൻഡ് ലാംഗ്വേജ് ഉള്ളത് നോക്കുക, അതിനനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആൻഡ് നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെലക്ഷനാണ് ഓപ്ഷൻ പേപ്പേഴ്സ് എന്ന് പറയുന്നത്. 4 ഓപ്ഷൻ പേപ്പേഴ്സാണ് കൊമേഴ്സിൽ നമുക്കുള്ളത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്സ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻ പേപ്പേഴ്സ് ഏതൊക്കെ സ്കൂളിൽ ഏതൊക്കെ ഓപ്ഷനാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കാം. ആദ്യം നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ പേപ്പറാണ് വേണ്ടത് എന്നുള്ളതൊന്നും തീരുമാനിക്കാം. എന്നിട്ട് ആ ഒരു ചോയ്സ് ഏതൊക്കെ സ്കൂൾസിൽ വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള കൊമേഴ്സിൻ്റെ കോഴ്സ് കോഡ് നോക്കിയിട്ട് അലോട്ട്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. സോ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് ഏത് കോഴ്സ് കോഡാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് അപ്ലൈ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.